ഇവ 2 വർഷം ബാംഗ്ലൂർ ഒരു ഫെസിലിറ്റിയിൽ പഠിച്ചതാണ്. എത്രയോ ലക്ഷം കൊടുത്തിട്ടാണ് അവൻ പഠിച്ചത്. അവൻ്റെ പോർട്ട്ഫോളിയോ ഒരു 16 പേജ് അടങ്ങുന്ന പോർട്ട്ഫോളിയോ, അതും എനിക്ക് കാണിച്ചു തന്നു, ആക്ച്വൽ പോർട്ട്ഫോളിയോ. അതിൽ 3D മോഡലിങ്ങിൻ്റെ ഒരു വർക്ക്, ഒരു വാക്കിങ്ങിൻ്റെ ഒരു ആനിമേഷൻ, അത് കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. മൂന്നാമത് ഒരു ലോഗോൻ്റെ, ഒരു ഏതോ റെസ്റ്റോറൻറ്റിൻ്റെ 1-2 ലോഗോൻ്റെ ഒരു വർക്ക്, അതും കൊള്ളില്ല. പോസ്റ്റർ പോരാ, ഒരു ID കാർഡ് ഉണ്ട്, ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. അപ്പം അതേപോലെ ഇൻബിറ്റ്വീനിൽ ഏതോ ഒരു ഹൗസിൻ്റെ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നതിൻ്റെ റെൻഡറിങ്ങിൻ്റെ ഫോട്ടോ, അതെനിക്ക് ഒരിക്കലും മറ്റൊരു പൂമൊട്ടൊക്കെ ഇങ്ങനെ മറ്റേ വെക്കുന്നതുപോലെ ഒരു എക്സ്ട്രാ ഒരു സംഭവം, അതും എനിക്ക് മനസ്സിലായില്ല എന്തിനാണ്. കാരണം ഇത്ര ഇതൊക്കെ സെപ്പറേറ്റ് ഡൊമൈൻസ്, ഇത്രയൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് ഈ ലേൺ ദിസ് ഫ്രം ബാംഗ്ലൂർ. 2 വർഷത്തോളം ഇതാക്കി, വീട്ടുകാരുടെ പ്രഷറുണ്ട്, എന്താ ജോലിക്ക് കയറാൻ പറ്റാത്ത. അപ്പോൾ ഇവന് പറയാനും പറ്റുന്നില്ല. ഈ പറയുന്ന ഫെസിലിറ്റിയിൽ എന്തോ പ്ലേസ്മെൻ്റ് ഒക്കെ എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നാണ് അവൻ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇവൻ അങ്ങനെ കുറേ ഇടത്തുനിന്ന് 10, 16, 18 അടുത്തുനിന്ന് റിജക്ഷൻ കിട്ടിയപ്പോഴത്തേക്കും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻ ചോദിച്ചു. അപ്പോൾ ഫ്രണ്ട് ഇവന് ആ ഫ്രണ്ടിൻ്റെ പോർട്ട്ഫോളിയോ അയച്ചു കൊടുത്തു. ഇവൻ നൈസിനെ ആ പോർട്ട്ഫോളിയോ എന്ത് ചെയ്തു, ചെറുതായിട്ട് പേരും കാര്യങ്ങളൊക്കെ മാറ്റി എഡിറ്റ് ചെയ്ത് ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്ത് ഇവൻ്റെ പേരൊക്കെ ഒന്ന് കയറ്റിയിട്ടാണ് ഇവൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇവൻ ഏതോ 3-4ാമത്തെ കമ്പനി, നമ്മുടെ 4ാമത്തെ കമ്പനി ആയിരുന്നു.